ഈ ഒരു കടയിൽ വന്നിട്ട് ഇവിടുത്തെ ഗ്രീൻ പീസ് ഒറ്റത്തവണ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതുവരെ കഴിച്ച പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ സാധനമാണ്. അതുമാത്രമല്ല ഇതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അബ്ദുൽ ഖാദർക്കയുടെ കട. ആളോട് സംസാരിച്ചാൽ തന്നെ സമയം പോണത് അറിയില്ല, അത്രയ്ക്ക് രസമാണ്. പുള്ളിയുടെ കടയിൽ ഈ കാണുന്ന ഗ്രീൻ പീസും അതുപോലെ തന്നെ കപ്പ ബിരിയാണിയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ. അതിലൊക്കെ എത്ര മണി മുതൽ തുടങ്ങും? 4 മണി മുതൽ 11:30 മണി വരെ. 11:30 വരെ അല്ലേ? എന്തൊക്കെയാ മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഉണ്ടാവുക? കപ്പ ബിരിയാണി, ഗ്രീൻ പീസ്, പിന്നെ ഓംലെറ്റ്, ബ്രെഡ്, പിന്നെ ചുക്ക് കാപ്പി ഉണ്ട്, പിന്നെ ചായ. മസാല ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞാൽ മസാല ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയും. അത് നമ്മൾ പറയുമ്പോഴേ ഉണ്ടാക്കുള്ളൂ, എല്ലാം ഉണ്ടാക്കി വെക്കണം. ഒരു പരിപാടി ഉണ്ടാക്കി വെക്കണ. നമ്മുടെ എയർപോർട്ട് ജംഗ്ഷനില്ലേ, നമ്മുടെ കൊണ്ടോട്ടിയൊക്കെ എത്തുന്നതിന് മുൻപ് എയർപോർട്ട് ജംഗ്ഷനിൽ പുഷ്പക് ഹോട്ടലുണ്ട്. അതിൻ്റെ നേരെ സൈഡിലായിട്ടാണ് നമ്മുടെ ഇക്കയുടെ കട വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൂടെ പോകുന്ന സമയത്ത് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഒരിക്കലും വന്നാൽ നിങ്ങൾ വീണ്ടും വരും. അപ്പോൾ ബൈ.